നമസ്കാരം, ഡെമോക്രാറ്റിക് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണപ്രേമികളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു മാസമാണ് മെയ്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണവില എത്തി. പവൻ വില ആദ്യമായി 50,000 മുകളിലേക്ക് കുതിച്ചത് മെയ് 20-നായിരുന്നു. 55,120 രൂപയായിരുന്നു അന്നത്തെ നിരക്ക്. എന്നാൽ തുടർന്നുള്ള ദിനങ്ങളിൽ ആശ്വാസമെന്നോണം സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിലെ അവസാന വിപണി ദിനമായ ഇന്ന് സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതോടെ ഇന്നലത്തെ നിരക്കിലാണ് ഇന്നും സ്വർണ്ണ വിപണി പ്രവർത്തിക്കുന്നത്. ഗ്രാമിന് 6,640 രൂപയും പവന് 53,120 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. ഇതേ നിരക്കിൽ ഇന്നും വ്യാപാരം തുടരുന്നു. കഴിഞ്ഞ 2 ദിവസമായി വിലയിലുണ്ടായ വലിയ ഇടിവാണ് സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ആശ്വാസമായി മാറിയത്. വെള്ളിയാഴ്ച പവന് 720 രൂപയും വ്യാഴാഴ്ച 800 രൂപയും ഇടിഞ്ഞു. 1,520 രൂപയുടെ ഈ ഇടിവ് സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 4 ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഗ്രാമിന് 200 രൂപയും പവന് 2,000 രൂപയും കുറഞ്ഞു. 18 ക്യാരറ്റിലും ഇന്ന് വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല. 55,120 രൂപയാണ് 18 ക്യാരറ്റ് സ്വർണത്തിന്റെ നിരക്ക്. 2 ദിവസം മുൻപ് വെള്ളിയുടെ വില ഗ്രാമിന് 100 രൂപ വരെ എത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ വില 96 രൂപയാണ്. മെയ് 1-ാം തീയതി പവന് 52,440 എന്ന നിരക്കിലായിരുന്നു ഈ മാസത്തെ സ്വർണ്ണ വിപണി ആരംഭിച്ചത്. മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കും ഇത് തന്നെയായിരുന്നു. പിന്നീട് വിവിധ തലങ്ങളിലായി റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചാണ് മെയ് 20-ലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് സ്വർണ്ണവില എത്തിയത്. നിലവിൽ വിലയിൽ ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് സ്വർണം ബുക്ക് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പവന് 53,120 രൂപയാണെങ്കിലും ഒരു പവൻ സ്വർണം ആഭരണമായി വാങ്ങാൻ ഏകദേശം 57,000 രൂപ നൽകേണ്ടി വരും. ആഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി, നികുതി, ഹോൾമാർക്കിംഗ് നിരക്കുകൾ എന്നിവയെല്ലാം ചേർത്താണ് വില ഈടാക്കുക. ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, 3% GSTയും ഉണ്ടാകും. രാജ്യാന്തര വിപണിയിലെ വിലയിടിവാണ് ഇപ്പോൾ ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത്. US-ലെ അടക്കം പണപ്പെരുപ്പ നിരക്കുകൾ കുറയാത്തതാണ് സ്വർണ്ണവില കുറയാനുള്ള പ്രധാന കാരണം. ഫെഡ് ഒഫീഷ്യലുകൾക്ക് പിന്നാലെ ഫെഡ് മിൻസും ബോണ്ട് യീൽഡിന് പിന്തുണ നൽകിയതോടെ നിക്ഷേപകർ വലിയ തോതിൽ സ്വർണ്ണത്തിൽ ലാഭമെടുക്കാൻ തുടങ്ങി. രാജ്യാന്തര സ്വർണ്ണവില $2,366 വ്യാപാരം തുടരുന്നത്. രാജ്യാന്തര വിപണിയിലെയും സമീപ ദിവസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്.